Hi, CSIR coaching ഭാഗമായിട്ട് ആൾജിബ്രയുടെ സെക്കൻഡ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ സബ് ഗ്രൂപ്പ് എന്താണെന്നും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണല്ലോ, ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒന്ന് രണ്ട് റിസൾട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സബ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ദാറ്റ് ഈസ് സെഡ് എടുക്കുക. അത് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണല്ലോ. അതിൻ്റെ ഒരു സബ്സെറ്റ് 2ൻ്റെ മൾട്ടിപ്പിൾസ് 2 ഇൻറ്റു എനി ഇൻഡിജർ എന്ന അർത്ഥത്തിൽ 2z എന്നാണ് ഡിനോട്ട് ചെയ്യുക. 2ൻ്റെ മൾട്ടിപ്പിൾസ് ഈ 2z എടുക്കുക, ഈവൻ നമ്പേഴ്സ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇത് ഗ്രൂപ്പായത് എങ്ങനെ അണ്ടർ അഡീഷൻ അല്ലേ, അതേ അഡീഷൻ ഓപ്പറേഷൻ ഇവിടെ വെച്ചിട്ട് ചിന്തിച്ച് നോക്ക്. 2z അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണോ? നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇത് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ 2z സാറ്റിസ്ഫൈ ചെയ്യും അണ്ടർ അഡീഷൻ. ക്ലോഷർ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ, കാരണം 2ൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് 2 ഈവൻ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ വീണ്ടും ഒരു ഈവൻ നമ്പറല്ലേ കിട്ടുക. ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്തില്ല, കാരണം ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവർക്കും ആ പ്രോപ്പർട്ടി ഉണ്ടാവില്ല, അസോസിയേറ്റ് ചെയ്തൂടെ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ഇവിടെ അല്ലേ ഉണ്ട്. ഇൻവേഴ്സ് ഒരു 2n ഇൻവേഴ്സ് ആയിട്ട് ആരാ വരിക? -2n അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട്. -2n വീണ്ടും ഒരു ഈവൻ നമ്പർ അല്ലേ, അതും ഇവിടെ ഉണ്ട്. സോ ഈ 2zന് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് എന്ന് അവകാശപ്പെടാനുള്ള എല്ലാവിധ ക്വാളിറ്റീസും ഉണ്ട് വിത്ത് ദ സെയിം ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ എന്താ പറയും? 2z ഒരു സെഡിൻ്റെ സബ് ഗ്രൂപ്പാണെന്ന് പറയും, കാരണം സെഡിൻ്റെ ഉള്ളിലായതുകൊണ്ട്. ഇനി സെഡിന് ഇതേപോലെ പിന്നെ വേറെയും സബ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റും. 2ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക, 3ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക, അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക. അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ ഇൻ ജനറൽ ടേക്ക് എനി ഇൻറ്റീജർ ബി, എന്നിട്ട് ആ ബീൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. അത് സെഡിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അണ്ടർ അഡീഷൻ ഈ ബി സെഡ് ഗ്രൂപ്പിൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ബി സെഡ് വേർ ബി സെൻ ഇൻറ്റിജർ, ബി സെഡ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സെറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ മാറ്റാൻ പാടില്ല. ഇപ്പോൾ സെഡിൻ്റെ ഉള്ളിലുള്ളൊരു സെഡിൻ്റെ സബ്സെറ്റാണല്ലോ 1 - 1. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പക്ഷേ അത് സെഡിൻ്റെ അണ്ടർ അഡീഷൻ എടുക്കുമ്പോൾ, സെഡ് അണ്ടർ അഡീഷൻ ഒരു ഷോർട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് സെഡ് പ്ലസ് നാട്ടോ. സെഡ് പ്ലസ് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിജേഴ്സ് വിത്ത് ദി ഓപ്പറേഷൻ അഡീഷൻ. ഇത് സെഡ് പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് ഇത് വരില്ല, കാരണം ഇതിനകത്ത് അഡീഷൻ വെക്കുന്ന സമയത്ത് ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ, കാരണം 1 + 1 2 അല്ലേ, പുറത്തു പോലെ. അപ്പോൾ ഈ സബ്സെറ്റ് എന്തല്ല, സെഡ് പ്ലസ് സെഡ് അണ്ടർ അഡീഷൻ്റെ ഒരു സബ് ഗ്രൂപ്പ് അല്ല. അപ്പോൾ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ മാറ്റാൻ പാടില്ല. മെയിൻ ഗ്രൂപ്പിൽ എന്താണോ ഉള്ളത് അതേ ഗ്രൂപ്പ് വെച്ചിട്ട് സബ്സെറ്റ് ഒരു ഗ്രൂപ്പ് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ആ സബ്സെറ്റിനെ അതിൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാനൊരു ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഗ്രൂപ്പിന് തരാം. അതിന് മുമ്പ് കാര്യം സബ് ഗ്രൂപ്പിന് തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ ഈ സെഡിന് നമ്മളിങ്ങനെ ഇഷ്ടംപോലെ സബ് ഗ്രൂപ്പ് വന്നു. എങ്ങനെ? ഫിക്സ് എനി ഇൻറ്റിജർ ബി, എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾസ് മൊത്തം എടുക്കുക. അത് സെഡിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി ചോദ്യം ഇവിടെ വരാവുന്നൊരു ചോദ്യം എന്താണ്? സെഡിന് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും സബ് ഗ്രൂപ്പ് ഉണ്ടോ? അതായത് ഒരു ഏതെങ്കിലും ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാതെ വരുന്ന വേറെ ഏതെങ്കിലും സബ്സെറ്റ് ഒരു സബ് ഗ്രൂപ്പ് ആവുമെന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോ എന്നാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യും. ഇതിൻ്റെ ഈ സബ് ഗ്രൂപ്പുകളൊക്കെ ബി സെഡ് ഫോമിലാണ് വരിക. ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സബ്സെറ്റുകൾ മാത്രമേ സബ് ഗ്രൂപ്പ് ആവുള്ളൂ, വേറൊന്നും ഇതിൻ്റെ സബ് ഗ്രൂപ്പ് ആവില്ല എന്ന് കാണും. പിന്നെ അത് ഉപയോഗിച്ചുള്ള ഒരു റിസൾട്ടും ഈ വീഡിയോൻ്റെ സമയം അധികം നീണ്ടിട്ടില്ലെങ്കിൽ ആ റിസൾട്ട് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തും. അല്ലെങ്കിൽ ഞാനത് ബി സെഡുകൾ മാത്രമേ ഇതിൻ്റെ സബ് ഗ്രൂപ്പ് ആവുള്ളൂ എന്ന് പ്രൂവ് ചെയ്തിട്ട് നിർത്തും, ബാക്കി അടുത്ത വീഡിയോയിൽ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ സബ് ഗ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ തരണം അല്ലേ. അപ്പോൾ നോക്കുക, R2 നമ്മൾ എടുത്തത്. R2 അണ്ടർ അഡീഷൻ, ദിസ് അഡീഷൻ +2 മുതലൊക്കെ പരിചയമുള്ള അഡീഷൻ ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ അഡീഷൻ കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഒറിജിൻ ആയിരിക്കും അവിടുത്തെ ഐഡൻറ്റിറ്റി. XYൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരിക -x, -y ആയിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് R2 അണ്ടർ ദിസ് ഓപ്പറേഷൻ ഒരു ഗ്രൂപ്പാണല്ലോ. അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ്, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് അല്ല, ഇതുപോലെ ഇഷ്ടംപോലെ സബ് ഗ്രൂപ്പ് ഞാൻ തരാൻ പോവാണ്. ആക്ച്വലി ഒരു അൺകൗണ്ടബിൾ കളക്ഷൻ ഓഫ് സബ് ഗ്രൂപ്പ് ഞാൻ തരാൻ പോവാണ്. എങ്ങനെയാണെന്നറിയോ? ഈ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എടുക്കുക. ഏതൊരു ലൈനും വിച്ച് പാസസ് ത്രൂ ഒറിജിൻ എന്തായിരിക്കും? ഒരു സബ് ഗ്രൂപ്പായിരിക്കും. അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഹിൻറ്റ് ഞാൻ തരാം. ഒരു ലൈനിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ലൈൻ എടുത്തു. ആ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് AB ആണെങ്കിൽ ഈ ലൈനിനെ നമുക്ക് എങ്ങനെ എഴുതാം?
ദിസ് ലൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ദാറ്റ് എ ബി അല്ലേ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്, അതുകൊണ്ടാണ് ലാംഡ എ ബി വേർ ലാംഡ ഈസ് എനി റിയൽ നമ്പർ. ഇതല്ലേ ഈ ലൈൻ. ഈ ലൈൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഇട്ടിക്കുകയാണ്, പിന്നെ ആ ലൈനെ മൊത്തത്തിൽ അതിൻ്റെ ആ പോയിൻറ്റിനെ മൾട്ടിപ്പിളാക്കി ചെയ്താലോ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനായതുകൊണ്ട്. ഇതൊക്കെ അറിയണം, +2 നോളജാണ്. അറിയാത്തവരിത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തുള്ള 2 പോയിൻറ്റ്സ് അപ്പോൾ എങ്ങനെ എടുക്കുക, ഈ സെറ്റിലുള്ള λ1 AB മറ്റേ പോയിൻറ്റ് λ2 AB എന്ന് എടുക്കുക. അതിൻ്റെ സം അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, λ1 + λ2 AB എഴുതാൻ പറ്റും. അതും എ ബിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ അത് ഈ സെറ്റിൽ വരില്ലേ. എ ബിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒക്കെ ഈ സെറ്റിൽ വരും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഈ സബ്സെറ്റ്, അതായത് ഈ ലൈനിലുള്ള മോളിലുള്ള പോയിൻറ്റ് സാറ്റിസ്ഫൈ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, R2ൻ്റെ സബ് ഗ്രൂപ്പ് ഞാൻ തന്നു. R2ൻ്റെ ഒരു സബ് ഗ്രൂപ്പല്ല, ഇഷ്ടംപോലെ സബ് ഗ്രൂപ്പ്. ഏതാണ്, ഒറിജിനിൽ കൂടെ പോസ് ചെയ്യുന്നത് എക്സ് ആക്സിസ് ഒരു സബ് ഗ്രൂപ്പാണ്, വൈ ആക്സിസ് സബ് ഗ്രൂപ്പാണ്, ഇതൊക്കെ സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക്, ഈ സെഡിൻ്റെ സബ് ഗ്രൂപ്പുകൾ ഇത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഇൻഡിജറിൻ്റെ മൾട്ടിപ്പിൾസ് മാത്രമേ സബ് ഗ്രൂപ്പായിട്ട് വരുള്ളൂ, അല്ലാത്ത സബ് ഗ്രൂപ്പുകളൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചോദ്യം എന്തായിരുന്നു, ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ മാച്ച് തിരിച്ച് വരുമ്പോഴേക്കും ആ കണ്ടിന്യൂഷൻ പോയി പോകും, അതുകൊണ്ടാണ്. ചോദ്യം ഇതായിരുന്നു, ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷൻ Z+ എടുത്തു. ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളൊക്കെ നമുക്കറിയാം, 2Z 3Z അങ്ങനത്തെ ഒരു ഇൻഡിജറിൻ്റെ മൾട്ടിപ്പിൾസൊക്കെ അതിൻ്റെ സബ് ഗ്രൂപ്പാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും സബ് ഗ്രൂപ്പ് ഉണ്ടോയെന്ന് അതിന് ഉത്തരം ഞാൻ ഓൾറെഡി കൂടെ പറഞ്ഞു. അങ്ങനെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് ഇങ്ങനത്തെ ഒരു ഇൻഡിജറിൻ്റെ മൾട്ടിപ്പിളൊക്കെ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ എൻ്റെ പ്രൂവ് ചെയ്യുന്ന റിസൾട്ട്. അതായത് ഇഫ് യു ടേക്ക് എ സബ് ഗ്രൂപ്പ് H of Z+, ആ എച്ചിനെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, =BZ എഴുതാൻ പറ്റും, വേർ BZ ഇൻഡിജർ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താ, ഒരു സബ് ഗ്രൂപ്പ് H എടുത്തരും Z+ൻ്റെ, എന്നിട്ട് ആ H = BZ ആണ് എന്ന് നിങ്ങൾ ഒരു ബി നിങ്ങൾ കൊണ്ടുവന്നിട്ട് H = that BZ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഈ പ്രൂഫിൻ്റെ ഭാഗം. അപ്പോൾ നമുക്കൊരു സബ് ഗ്രൂപ്പ് അവർ തരട്ടെ. അവർ തരാൻ പോകുന്ന ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് ഏതായിരിക്കും, 0 മാത്രമുള്ള സബ് ഗ്രൂപ്പ് അല്ലേ, H = 0. ഇതൊരു സബ് ഗ്രൂപ്പാണ്. ശ്രദ്ധിക്കണം, ഗ്രൂപ്പ് എംപ്റ്റി സെറ്റ് ഒരു ഗ്രൂപ്പല്ല. കാരണം ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷനിൽ ഐഡൻറ്റിറ്റി അതിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തല്ല, എംപ്റ്റി സെറ്റ് ഗ്രൂപ്പല്ല, എംപ്റ്റി സെറ്റിൽ ഐഡൻറ്റിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ള ഗ്രൂപ്പാണ്. അപ്പം 0 ആണ് അതിന് തരാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഇതിനെ നമുക്ക് സുഖമായിട്ട് BZ ഫോമാറ്റിൽ എഴുതിക്കൂടെ, = 0 Z ചെയ്താൽ പോയി, 0ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി തരുന്നത് 0 അല്ലാത്തൊരു സബ് ഗ്രൂപ്പ്, non-0 സബ് ഗ്രൂപ്പാണ് തന്നെ വിചാരിച്ചോ, ഇതിനെ BZ എഴുതണം. അപ്പോൾ 0 അല്ലാത്ത ആൾക്കാരൊക്കെ ഉള്ള ഒരു സബ് ഗ്രൂപ്പ് തന്നു. 0 ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതിനെ എങ്ങനെ BZ എഴുതും, അവിടെ ഞാൻ പ്രൂഫ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ്. ഈ 2Z എന്ന സബ് ഗ്രൂപ്പ് നോക്കി നോക്കിയാൽ ഇങ്ങനെ വന്നിട്ട് -4 -2 0 2 4 അങ്ങനെ പോകും. ഒന്നുകൂടി ഞാൻ 3Z ഇതിങ്ങനെ =-6 -3 0 3 6 അങ്ങനെ പോകും. 5Z വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കിയോളൂ. ഇനി ഈ 2Zൻ്റെ അകത്ത് ഈ 2ൻ്റെ റോൾ എന്താ, നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കില്ല 2 അല്ലേ. അതുപോലെ തന്നെ ഈ 3Zൻ്റെ അകത്ത് 3 ആരാ വരുന്നത്, അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പറാണ് ഈ 3 ആയിട്ട് എടുത്ത്. 5Z നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 5 അതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും. ആ ഒരു ഐഡിയ ഈ 2Z 3Z 5Z ഒക്കെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് കിട്ടുന്ന ഒരു ഐഡിയ, അവിടെ 2 അതിൻ്റെ അകത്തുള്ള ഏറ്റവും പോസിറ്റീവ് ഇൻഡിജറാണ്. ആ ഒരു ഐഡിയ നമ്മളെ തലയിൽ വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ H = some BZ എഴുതുമ്പോൾ നമുക്ക് ഈ B ആയിട്ട് ആരെ ചൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു ഹിൻഡ് ബേസ് ചെയ്തിട്ട് ആ H ഒരു സബ് ഗ്രൂപ്പാണ്, അതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജറായിട്ട് ആ B നമുക്ക് ചൂസ് ചെയ്തൂടെ, ചിന്ത അങ്ങനെ പോകില്ലേ. അതാണ് നമ്മളെ പ്രൂഫിൻ്റെ ഐഡിയ. അപ്പോൾ H = BZ എഴുതണം, ആ B ആയിട്ട് നമ്മൾ ആരാ കൊണ്ടുവരുന്നത്, ആ Hലുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജറിന്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, Hൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ഉണ്ടാണെങ്കിൽ Hൽ പോസിറ്റീവ് ഇൻഡിജർ തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയോ. Hലുള്ള ഫുൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിലോ, അപ്പോൾ പിന്നെ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ അതിനകത്തുണ്ടാവുമോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കിടക്കേണ്ട കടമ്പ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അപ്പോൾ ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താ, Hൽ പോസിറ്റീവ് ആൾക്കാരുണ്ടോ എന്ന് നോക്കണം, എന്നിട്ടേ അതിൽ ഏറ്റവും ചെറിയ ആളെ പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ആർഗ്യൂ ചെയ്യാൻ പോകുന്നത്. Hൽ 0 അല്ലാത്ത വേറെ ഉണ്ടല്ലോ, H non-0 സബ് ഗ്രൂപ്പ് ആണല്ലോ. അപ്പോൾ 0 അല്ലാത്തൊരു ഇൻഡിജർ അതിൻ്റെ അകത്തുണ്ടെന്ന് ഉറപ്പാണ് അല്ലേ. ഇൻഡിജേഴ്സാണ് മൊത്തമുള്ള Z+ൻ്റെ സബ് ഗ്രൂപ്പാണ്, സബ്സെറ്റ് ആയതുകൊണ്ട് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പം 0 അല്ലാത്തൊരു ഇൻഡിജർ A ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ -A അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. കാരണം
ഗ്രൂപ്പാണ് എച്ച്, സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവും, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് സീറോ അല്ലാത്തൊരു കക്ഷി എന്തായാലും ഉണ്ട്, നോൺ സീറോ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ ഒരു കക്ഷിയുടെ നെഗറ്റീവും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിരിക്കില്ലേ? ഇത് ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കും. ഇനി എ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായി, ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും പോസിറ്റീവ് വന്നേക്കൊണ്ട് എച്ചിലൊരു പോസിറ്റീവ് നമ്പർ എത്തി. ആർഗ്യുമെൻറ്റ് നിങ്ങൾ പോസിറ്റീവ് മനസ്സിലാക്കണേ. എച്ചിൽ സീറോ അല്ലാത്തൊരു കക്ഷി എന്തായാലും ഉണ്ടെന്നുണ്ട്, ഉറപ്പാണ്. കാരണം നോൺ സീറോ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ സീറോ അല്ലാത്ത ആ കക്ഷിനെ ഞാൻ ഏത് വിളിക്കുകയാണ്. ആ എ മാത്രമല്ല അതിൻ്റെ മൈനസ് എ ഉണ്ടാകുന്നുള്ളത് ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് ഉറപ്പാണ്. അപ്പോൾ എയും മൈനസ് എയും വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എച്ചിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബീനെ പൊക്കാലോ. അങ്ങനെ എച്ചിലുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും എടുക്കുക. അതിലേറ്റവും ചെറുത് ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കോംപ്ലിക്കേറ്റ് ആക്കി തരാം. ആ ഏറ്റവും ചെറിയ നമ്പർ, അത് ഏറ്റവും ചെറിയ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. എന്ത്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ത്, നിങ്ങൾ അതിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു പേരുണ്ട്, വെൽ ഓർഡറിങ് പ്രോപ്പർട്ടി. കൺഫ്യൂഷൻ ആക്കിയൊന്നുമല്ല, അങ്ങനെ ഒരു റിസൾട്ടൊക്കെ പറഞ്ഞ് റിഗ്രസ് ആക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ എച്ചിൻ്റെ അകത്ത് എന്ത്, പോസിറ്റീവ് നമ്പർ അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്താണ്, ഒരു നോൺ എംപ്റ്റി. വെൽ ഓർഡറിങ് പ്രോപ്പർട്ടി ഇങ്ങനെ കേട്ടോ, എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ എച്ചിലുള്ള പോസിറ്റീവ് ഇൻറ്റിജർ നോൺ എംപ്റ്റി ആണ്. കാരണം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ അതിൻ്റെ അകത്തുണ്ട് നമുക്ക് വാദിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്താണ്, ഒരു നോൺ എംപ്റ്റി. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എന്താണ്, ഒരു നോൺ എംപ്റ്റി കളക്ഷനാണ്. അപ്പോൾ അതിനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. ആ ലീസ്റ്റ് എലമെൻറ്റിനെ ഞാൻ എന്ത് വിളിക്കട്ടെ, ബി എന്ന് വിളിക്കട്ടെ. കാരണം നമ്മളെ ചിന്ത അങ്ങനെയാണ് നേരത്തെ. ആ ലീസ്റ്റ് എലമെൻറ്റിനെ പൊക്കിയിട്ടാണ് നമ്മൾ ബി എന്ന് വിചാരിച്ചത്. സോ ബി ഈസ് ദാറ്റ് ലീസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ വാദിക്കുക, അങ്ങനെ എഴുതല്ലേ, ബി ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഇൻ എച്ച്. ഓക്കെ, ഇനി എൻ്റെ ഡ്യൂട്ടി എന്താ, എച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് ബി സെഡ് എന്ന് പറയാൻ കഴിയണം. അതിന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബി സെഡ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറയും. പിന്നെ ഞാനെന്ത് പ്രൂവ് ചെയ്യും, തിരിച്ച് എച്ച് സബ്സെറ്റ് ഓഫ് ബി സെഡ് എന്നും പ്രൂവ് ചെയ്യും. ഈ ഡ്യൂട്ടി ഈസിയാണ്. നമുക്ക് എന്തറിയാം, ഇനി എന്താ വേണ്ടി, ബി ഓൾറെഡി എച്ചിലുണ്ട് അല്ലേ, ആ എച്ചിലുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജറാണ് ബി. ഇനി ബീൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും എച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. ബി ഓൾറെഡി എച്ചിലുണ്ടെങ്കിൽ ബി പ്ലസ് ബി എച്ചിലുണ്ടാവില്ല. കാരണം ഇത് എച്ച് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ബി പ്ലസ് ബി, അതായത് 2b അവിടെ ഉണ്ട്, എച്ചിലെത്തും. 2b എച്ചിലെത്തിയാൽ എച്ച് ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന് ഇൻവേഴ്സായ -2b എച്ചിലെത്തണം. അപ്പോൾ -2b എച്ചിലെത്തി അല്ലേ. ഇനി 3b എച്ചിലെത്തുമോ, എന്ത് ചെയ്ത്, 2b എച്ചിലുണ്ട് ഓൾറെഡി അല്ലേ, ബി ഓൾറെഡി എച്ചിലുണ്ട്. അപ്പോൾ 2b പ്ലസ് ബി, അതായത് 3b അവിടെ എത്തും, എച്ചിലെത്തും. 3b എച്ചിലെത്തിയാൽ പിന്നെ അതിൻ്റെ ഇൻവേഴ്സായ -3b എച്ചിലുണ്ടാവണ്ടേ. അങ്ങനെ പോയിട്ട് എല്ലാ എൻ ബി ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾസും അതിൻ്റെ എല്ലാ ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾസും എച്ചിലുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ പ്രൂഫ് കൂടെ പറഞ്ഞു, നിങ്ങളൊന്ന് പോസിറ്റ് സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കിക്കോ. ഈ ആർഗ്യുമെൻറ്റ് മനസ്സിലാക്കണേ. സോ ബീൻ എല്ലാ മൾട്ടിപ്പിൾസും എച്ചിലെത്തി. അപ്പോൾ സോ ബി സെഡ് ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എച്ച് സബ്സെറ്റ് ഓഫ് ബി സെഡ് തിരിച്ചു അല്ലേ. ഞാനൊന്ന് മാച്ചിട്ട് അത് പ്രൂവ് ചെയ്ത് തരാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എച്ച് സബ്സെറ്റ് ബി സെഡ് കൂടി പറയാനുള്ളൂ. ഇത് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എച്ച്, നമ്മുടെ സബ് ഗ്രൂപ്പ് എച്ചിൻ്റെ അകത്ത് നിന്ന് ഒരു ഇൻറ്റിജർ എടുക്കട്ടെ, ഒരു എലമെൻറ്റ് എടുക്കട്ടെ. ഇനി എന്ത് ചെയ്യണം, ഈ കക്ഷിനെ എനിക്ക് ഇവിടെ എത്തിക്കണം. ഓക്കെ, അതിൻ്റെ വേഗം നോക്കട്ടെ. ഞാൻ ഈ ബി വെച്ചിട്ട് ഈ നമ്പർ ലൈൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ ബി 2b 3b -2b ആണുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എടുത്ത നമ്പർ ഇൻറ്റിജറിൽ ഇവിടുന്ന് എടുത്ത n, ഈ n ഇവിടെ എവിടെയെങ്കിലും വരുമല്ലോ. ഒന്നുകിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളിൻ്റെ മുകളിൽ 3bൻ്റെ മുകളിലോ -2bൻ്റെ മുകളിലോ 4bൻ്റെ മുകളിലോ അങ്ങനെ ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിളിൻ്റെ മുകളിൽ വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ, ഒരു ബീനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ പോരെ. പോസിറ്റീവ് മനസ്സിലാക്കണേ. ഒന്നുകിൽ ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിളിൻ്റെ മുകളിൽ വരും, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിളിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് അവിടെ എടുക്കും, ഇവിടെ എടുക്കും. ഇപ്പോൾ നമ്മൾ നമ്പർ ഇവിടെ വരും വിചാരിച്ചു. അപ്പോൾ എന്ത് വരും, -2b പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി ബീനേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെ ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ ഈ എന്നിനെ എനിക്ക് എങ്ങനെ ഇടാൻ പറ്റും, n ഈസ് ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് ബി പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി
ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഒന്നുകിൽ 0 ആയിരിക്കും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി, അല്ലെങ്കിൽ ആ ഒരു ബി വരെ ബീനേക്കാൾ ചെറിയൊരു നമ്പർ ആയിരിക്കും. ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് ഓക്കെ, ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് എന്താ ഇവിടുന്ന് എടുത്ത ഈ എന്നെ ഇവിടെ എത്തിക്കാൻ ഈ എന്നെ ഒരു ബീൻ്റെ മൾട്ടിപ്ലൈ കാണിച്ചാൽ പോരെ, എന്നാൽ അവിടെ എത്തൂലേ? എനിക്ക് ഈ 6 എന്നെ തട്ടിയാൽ പോരെ. 6 0 എന്ന് കാണിച്ചാൽ എന്നെ ബീൻ്റെ മൾട്ടിപ്ലൈ ആയല്ലോ, എൻ ഈക്വൽ ടു ബിക്ക് ബീൻ്റെ മൾട്ടിപ്ലൈ ആയല്ലോ. അപ്പോൾ എൻ്റെ ടാസ്ക് ഇനി 6 0 എന്ന് കാണിക്കില്ല. അപ്പോൾ ഞാൻ 6 ഒന്ന് പരിഗണിക്കട്ടെ. 6 എന്താ n മൈനസ് ബി ക്യു ആണ് അല്ലേ? അല്ലേ? അങ്ങനെ എഴുതാം. n എവിടുന്ന് എടുത്താൽ എച്ച് നിന്ന് എടുത്താൽ. തൊട്ടുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ബി സെഡ് കംപ്ലീറ്റ് എച്ചിലുണ്ട്, അതായത് ബീൻ്റെ എല്ലാ മൾട്ടിപ്പിളും എച്ചിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് ബി ക്യു എച്ചിലുണ്ട്. അപ്പോൾ എൻ എച്ചിലുണ്ട്, മൈനസ് ബി ക്യു എച്ചിലുണ്ട്. അപ്പോൾ എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മു എച്ചിലുണ്ട്. അപ്പോൾ 6 എവിടെ എത്തി? എച്ചിലുണ്ട്, അത് കിട്ടി. ഇനി 6ൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? 6ൻ്റെ അകത്ത് 6 ഇൻഡിജേഴ്സ് ആണ്. 6ൻ്റെ സ്ട്രക്ചർ അല്ല, എച്ചിൻ്റെ സ്ട്രക്ചർ. നമ്മൾ എച്ച് സബ് ബി സെഡിൻ്റെ സബ് ഗ്രൂപ്പ് അല്ലേ? ആ എച്ചിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഒരു 0 ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആരാ? അത് നമ്മളെ ബി ആ. അയാൾ നമ്മൾ ബിന്ന് വിളിച്ചെടുത്തു, അയാൾ നമ്മൾ ഉപയോഗിച്ചു പോകും അല്ലേ? എച്ചിലുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ബി ആണ്. ഇതിൻ്റെ ഇടയിൽ വേറെ ആരും ഉണ്ടോ? ഇല്ല. ഇനി ഇതിൻ്റെ പോസിറ്റീവ് ഇൻഡിജറൊക്കെ അതിൻ്റെ അപ്പുറത്താണ്, നെഗറ്റീവ് ഇൻഡിജറൊക്കെ താഴെ ഉണ്ടാവും. 0ൻ്റെയും ബിൻ്റെ ഇടയിൽ ആരുമില്ല. 0 എച്ചിലുണ്ട്, ബി എച്ചിലുണ്ട്. ഇതാണ് എച്ചിൻ്റെ സ്ട്രക്ചർ. നമ്മൾ 6 ഇപ്പോൾ എവിടെ എത്തി? എച്ചിലെത്തി. നോക്കണം, ഈ 6 എവിടെ എങ്ങനെയാണെന്നുള്ള ഓൾറെഡി നമുക്ക് തെളിഞ്ഞില്ല. അത് 0ൻ്റെയും ബിൻ്റെ ഇടയിലാണ്. വേണമെങ്കിൽ എൻ്റെ 0 ആവാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വായിച്ചാൽ കിട്ടും 6 ഇവിടെ ഉണ്ടാനും ഇതിൻ്റെ ഇടയിൽ ആരും ഇല്ലാനും. 6 ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ ബിൻ്റെ ഇടയിൽ വരാൻ. പിന്നെ 6 0 ആകാൻ പറ്റുള്ളൂ. സോ വിച്ച് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു 0. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, കൊളാൻ കഴിയുക. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയോ? ഒന്നുമില്ല, നമുക്ക് സിമ്പിളല്ലേ? പോസിറ്റീവ് മനസ്സിലാക്കുക. അപ്പോൾ 6 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ? എൻ ഇസ് ഈക്വൽ ടു ബി ക്യു ആയി. എൻ ബി ക്യു ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെഡിൻ്റെ മൾട്ടിപ്പിൾ ആയി, അതായത് ബി സെഡിലെത്തി അല്ലേ? അപ്പോൾ എന്തായി? ഇവിടെ ഉള്ള ആളെ നമ്മൾ എത്തിച്ചു. അപ്പോൾ എച്ച് സബ്സെറ്റ് ബി സെഡ് ആയി. നേരത്തെ ബി സെഡ് സബ്സെറ്റ് എച്ച് നിന്ന് കിട്ടി അല്ലേ? അല്ലേ? നേരത്തെ റിസൾട്ട് കൂടി ക്ലബ് ചെയ്താൽ എച്ച് ഇസ് ഈക്വൽ ടു ബി സെഡിനായി. അപ്പോൾ ഞാനൊരു ജനറൽ സബ് ഗ്രൂപ്പ് സെഡിൻ്റെ എടുത്തിട്ട് ആ സബ് ഗ്രൂപ്പ് എച്ചിന് നമ്മൾ ബി സെഡ് ആണെന്ന് കാണിച്ചു. അപ്പം എച്ചിന് ഇങ്ങനത്തെ സബ് ഗ്രൂപ്പുകളേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരാത്ത സബ് ഗ്രൂപ്പ് ഒന്നുമില്ല. എല്ലാ സബ് ഗ്രൂപ്പും ഓഫ് ദ ഫോം ബി സെറ്റ് ആണ്. ഇനി ഇത് ഉപയോഗിച്ചുള്ളൊരു റിസൾട്ടാണത്. അത് ഉപയോഗിച്ച് വീഡിയോ പറഞ്ഞ് ലെങ്ത് ചെയ്യപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാതെ. ഓക്കെ.